മഞ്ഞുവിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്നൊരു സിനിമ നമ്മളിന്ന് കാണുമ്പോൾ ആ ഒരൊറ്റ സിനിമയിൽ ശങ്കർ ഓൺ വോയിസിലാണ് ഡബ് ചെയ്തത്. പിന്നീട് അങ്ങോട്ട് ഒരുപാട് കാലം നമ്മൾ ശങ്കറിൻ്റെ വോയിസ് അല്ല, അത് വേറൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റാണ്. ആ ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റിൻ്റെ പേരാണ് ചന്ദ്രമോഹൻ. നിങ്ങൾ കുറേ പേർക്കൊക്കെ ചിലപ്പോൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാകും. കാരണം കുറേ കാലം അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് അറിയില്ലായിരുന്നു. പിന്നീട് സോഷ്യൽ മീഡിയയൊക്കെ വന്ന ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂസും അദ്ദേഹത്തിൻ്റെ കുറിച്ച് പല ആർട്ടിക്കിൾസൊക്കെ വന്നപ്പോഴാണ് ഇങ്ങനൊരു വ്യക്തിയുള്ളത് പ്രത്യേകിച്ച് പുതിയ തലമുറ അറിയാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഈ അടുത്ത് അദ്ദേഹത്തിൻ്റെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ വെച്ചു. അതെനിക്കൊണ്ട് ഒരു 5 വർഷം മുമ്പത്തെയാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന അദ്ദേഹം ഭാര്യയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ അമ്പിളി അവരും ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റൊക്കെ ആയിരുന്നു. അതിനുശേഷം മക്കളൊക്കെ വലുതായി അദ്ദേഹത്തിൻ്റെ ട്രിവാൻഡ്രത്താണ് വീട്. പക്ഷേ ഭാര്യയുടെ മരണത്തിന് ശേഷം ഒറ്റപ്പെട്ട് അദ്ദേഹം ഗാന്ധി ഭവനിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അദ്ദേഹം വളരെ ഹാപ്പിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സമപ്രായക്കാരൊക്കെ ഒരുപാട് പേര് അവിടെ ഉള്ളതുകൊണ്ട് അവിടെ ഒരു പഞ്ചായത്തുണ്ട്, അവിടെ പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു എന്ന രീതിയിൽ, അതായത് ഈ സിനിമ നിന്നൊക്കെ മാറി ജീവിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതായത് അദ്ദേഹം അതിൽ ഹാപ്പിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഞാനിങ്ങനെ പല ആർട്ടിക്കിൾസൊക്കെ വായിച്ചപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ എനിക്ക് തോന്നിയത്, എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് ശങ്കറിന് മാത്രം അദ്ദേഹം 178 സിനിമകൾക്ക് ഡബ് ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്.